ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അയല പൊള്ളിച്ചതാണ്. അയല വാഴയിലയിൽ പൊള്ളിച്ചത്. നമ്മൾ സാധാരണ കരിമീനൊക്കെ പൊള്ളിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അയല നമുക്ക് എങ്ങനെയാണ് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 അയലയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസാണ്. കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം നമുക്ക്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. പിന്നെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം മീനിൽ തേച്ച് പിടിപ്പിക്കുക. സാധാരണ നമ്മൾ മല്ലിപ്പൊടിയൊന്നും അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട. നന്നായിട്ട് മൊരിഞ്ഞ് വരണം എന്ന് നിർബന്ധമില്ല. നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിയൊക്കെ വെക്കണ പോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊരു 1/4 വേവാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കുറവുണ്ട് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരണം. അതിലേക്ക് ഞാനൊരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഉപ്പ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടതാണ്. എങ്കിലും ഈ മസാലയിലേക്ക് നമ്മൾ വേറെ ഉപ്പ് ഇടുക തന്നെ വേണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു വലിയ ലെമൺ അതിൻ്റെ ജ്യൂസ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ മസാലപ്പൊടികളാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ അവസാനത്തിൽ വെച്ചിരിക്കുന്നത് ഉലുവ പൊടിയാണ്. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. ലെമൺ ജ്യൂസ് ഞാൻ അവസാനം ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒഴിച്ചു. ഒരു വലിയ ലെമൺ തന്നെ എടുത്തിട്ടുണ്ട്. പുളി കുറച്ചുണ്ടായിരുന്നാൽ നല്ലതാണ്. ഇപ്പോൾ മസാല റെഡിയായി. ഇനിയിപ്പോൾ വാഴയിലൊന്ന് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുത്ത വാഴയിലയിൽ നമ്മൾ നടുക്ക് ചെറിയൊരു പീസും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിരുന്നാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ പൊള്ളിക്കുമ്പോൾ അഥവാ ഇല കരിഞ്ഞു പോയാലും സേഫായിരിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുത്ത് കുറച്ച് അതിൻ്റെ മേലെ ഫിഷ് ഫ്രൈ വെച്ചു. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മസാല കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയണ തന്നെയായിരിക്കും. ഇതിൻ്റെ മേലെ നമ്മൾ ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓപ്ഷണലാണ്. അതുപോലെ ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയെടുക്കുക. നടുക്കൊരു ചെറിയ ഇല വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നന്നായിട്ട് മടക്കിയതിന് ശേഷം വാഴയുടെ കയറ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കെട്ടിയത്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇതുപോലെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മസാല വയ്ക്കുക, ഒരു മീൻ വയ്ക്കുക, പിന്നെ മസാല വയ്ക്കുക. ഈ പച്ചമുളകും തക്കാളിയൊക്കെ ഓപ്ഷണലാണ്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 എണ്ണം അതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 3 എണ്ണം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഏകദേശം ഒരു സൈഡ് വേവാൻ മാത്രം 5 മിനിറ്റ് വേണ്ടി വരും. ഓയിൽ ഒരുപാട് ഒഴിക്കേണ്ട, കാരണം ഇല പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ആയിട്ട് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇല കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണുള്ളത്. മസാലയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് മാത്രം അങ്ങനെ കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ്.
നമ്മൾ ലെമൺ ജ്യൂസ് കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. മാത്രമല്ല ഫിഷ് ആകുമ്പോൾ നമ്മൾ കുറച്ച് പുളി വേണമല്ലോ, നമ്മളെന്തായാലും കറിയൊക്കെ വെക്കുമ്പോൾ പുളി ചേർക്കണതല്ലേ. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാത്രം കഴിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്